പടമാണ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടമാണ്. നല്ലൊരു സർവൈവൽ ത്രില്ലർ സിനിമയാണ്. പ്രവാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസ ജീവിതം നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു കളർഫുള്ളായിട്ടുള്ള ഇതും സെക്കൻഡ് ഹാഫ് വന്നിട്ട് അതിൻ്റെ ഒരു ഡാർക്ക് സൈഡാണ് കാണിക്കുന്നത്. ഈ മരുഭൂമി ആ ഒരു സർവൈവൽ ത്രില്ലറാണ് പടം. ലാസ്റ്റ് ക്ലൈമാക്സ് കൊണ്ട് വന്നിട്ട് ഇമോഷണലായിട്ട് ഒരു എൻഡിങ് കൂടെ തരുന്നുണ്ട്. കൊള്ളാം, നല്ല പടമാണ്. സർജിയൊക്കെ എങ്ങനെയുണ്ട്? എന്തോ സർജിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. നന്നായിട്ടുണ്ട്. ഡിസംബറിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷം കിട്ടുന്ന നല്ലൊരു പടം. ഏറ്റവും നല്ല ഡയറക്ടറാണ് അനീഷ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്തൊരു ഡയറക്ടറാണ്. അതുപോലെ നല്ല ആക്ടിംഗ് ആണ് പുള്ളി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ അതുപോലെ എന്താ പറയുക, എല്ലാവരും പോയി കാണുക. നല്ല ത്രില്ലം പടം. ഒരു എന്താ പറയുക, ക്ലൈമാക്സ് സൂപ്പർ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് പറയുക. പിന്നെ പാട്ടുകളൊക്കെ എല്ലാ പാട്ടുകളും അടിപൊളിയായിരുന്നു. പിന്നെ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സർവൈലൻസ് മൂവിയാണ്. തീർച്ചയായും വന്ന് കാണാം. ഫസ്റ്റ് മുതൽ ക്ലൈമാക്സ് വരെ എൻഗേജിങ് ആയിരുന്നു. ഒന്നും കുറ്റം പറയാനായിട്ടൊന്നും തോന്നിയില്ല. പാട്ടുകളൊക്കെ അടിപൊളി. എല്ലാവരുടെയും അഭിനയം അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഒരു ഫീൽ ഗുഡ് ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യാൻ പറ്റി. മരുഭൂമിയിൽ പെട്ട ഒരവസ്ഥ ഒരു ഫീൽ ചെയ്യാൻ പറ്റി. നല്ല സോങ്ങും നല്ല മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ലതായിരുന്നു. അതെ. സൂപ്പർ. എല്ലാവരും പോയി കാണുക. നന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 100% ഞാനിതിന് സക്സസ് ആയിട്ടുള്ള അഭിപ്രായമാണ് കൊടുക്കുന്നത്. താങ്ക് യു. ഷുവറായിട്ടും ഫാമിലിയായിട്ട് കാണാം. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തായിരിക്കില്ല സെക്കൻഡ് ഹാഫ്. ഭയങ്കര എന്താ പറയുക, ഹൃദയമിടിപ്പോട് കൂടിയായിരിക്കും കാണുക. അത് നിങ്ങൾ കണ്ട് തന്നെ എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പ്രവാസികൾ കണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഷുവറായിട്ടും പ്രവാസികൾ നമ്മൾ ശരിക്കും നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ ശരിക്കുള്ള അവസ്ഥകൾ നമ്മൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതിൽ വരുന്ന അവരുടെ സ്നേഹവും എല്ലാം നമ്മൾക്ക് കുറച്ചായിട്ട് എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസികളോട് ഇനി നല്ല രീതിയിൽ തന്നെ എല്ലാവരും അപ്രോച്ച് ചെയ്യുക. അതേപോലെ തന്നെ അനീഷ് അൻവറിൻ്റെ ടീമിനും ആൾക്കാർക്കും ഒരുപാട് കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണ്. ഒരുപാട് നേട്ടം ഉണ്ടാക്കിയൊരു സിനിമയാണ്.